Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? കുഴപ്പമില്ലായിരുന്നു അല്ലേ? എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെയാണ് എല്ലാവർക്കും? എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നോ എക്സാമിന്റെ സമയത്ത്? റേഞ്ച് ഇഷ്യൂ ഇടക്ക് വന്നു. എന്താണ്? റേഞ്ച് ഇഷ്യൂ ഇടക്ക് വന്നായിരുന്നു. റേഞ്ച് ഇഷ്യൂ വന്നിരുന്നു അല്ലേ? എക്സാം ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയോ? കോൺഫിഡൻസ് ഒക്കെ കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. പിന്നെ ഈ മോഡലിൽ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് സബ്മിഷനും എല്ലാം നടത്തിയല്ലോ അല്ലെ? അത് കഴിഞ്ഞിട്ടല്ലേ എല്ലാവരും ലെഫ്റ്റ് ആയിട്ട് ആണ്. ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇനി തേർഡും ഫോർത്തും മൊഡ്യൂളിലേക്ക് നമ്മള് ഇന്ന് കടക്കുകയാണ് കേട്ടോ. അപ്പൊ തേർഡും ഫോർത്തും മൊഡ്യൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊന്ന് ഓൾമ്യൂട്ട് ചെയ്തേട്ടാ. റിസൾട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരും കേട്ടോ. ഓക്കെ, ഇനി എത്ര എക്സാം കാണുന്നത് അല്ലെ? ഇനിയിപ്പോ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ എക്സാം വന്നില്ലേ? അതുപോലെ ഇനിയിപ്പോ നമ്മൾ തേർഡും ഫോർത്തും സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ തേർഡും ഫോർത്തും മൊഡ്യൂൾ കഴിയുമ്പോൾ അതിന്റെ ഒരു മൊഡ്യൂൾ എക്സാം വരും കേട്ടോ. പിന്നെ അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മെയിൻ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിൽ കണ്ട പോലത്തെ ചാപ്റ്റേഴ്സുകളെല്ലാം തേർഡും ഫോർത്തിലോട്ട് വരുമ്പോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള, കുറച്ചല്ല അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. പിന്നെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിലോട്ട് കുറേയും കൂടെ ആ ഒരു ഏരിയ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് കൂടുതലും വരുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം മെഡിക്കൽ ഫീൽഡ് അല്ലെ, കുറഞ്ഞ ബ്ലഡ് ബാങ്ക്, മോർച്ചറി, ലേബർ റൂം അല്ലെ, വെന്റിലേറ്റർ, ഇങ്ങനെയൊക്കെയുള്ള ചാപ്റ്ററുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. തേർഡും ഫോർത്തും എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് കൂടുതലും വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്ററുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ കുറച്ചും കൂടെ എഫർട്ട് എടുക്കുന്നുണ്ട് അറിയാം. എങ്കിലും എന്താണ് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ പോലെയല്ല, തേർഡും ഫോർത്തും ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് എഫർട്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങളോട് സ്ഥിരം പറയുന്ന കാര്യം തന്നെയാണ്, മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകുക കേട്ടോ. അപ്പൊ നമ്മൾ തേർഡും ഫോർത്തും മൊഡ്യൂളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഒരു എടുക്കുന്ന ചാപ്റ്റേഴ്സിന് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഡെയിലി തരുന്നുണ്ടല്ലോ ക്ലാസ് റൂമിനകത്തേക്ക്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാര്യം കുറച്ചും കൂടെ ആ ഒരു ഡിപ്പിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ചാപ്റ്റേഴ്സുകളൊക്കെ കുറച്ച് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, ഏത് രീതിയിൽ വരും, ഒരു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് വളരെയധികം പ്രയോജനപ്പെടും കേട്ടോ. ഓക്കെ, അങ്ങനെ ഭയങ്കര പാടെന്നല്ല പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഒന്നിനെയും നമ്മളൊരു പ്രജുഡീസ് വെച്ച് കാണരുത് കേട്ടോ. പാടാണെന്നല്ല പറഞ്ഞത്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിലെ ചാപ്റ്ററുകൾ കുറച്ചും കൂടി ലെങ്ത് കുറവല്ലേ, ചെറിയ ചെറിയ ചാപ്റ്ററുകളല്ലേ. തേർഡും ഫോർത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. പിന്നെ കുറച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കുറച്ച് ചാപ്റ്ററുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ട് വരില്ല. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമ്മളെല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ മാക്സിമം എടുത്തു തരാനായിട്ട് ശ്രമിക്കും എല്ലാ ടീച്ചേഴ്സും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഒപ്പം പോകാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്നും കുറച്ചും കൂടെ എഫർട്ട് എടുത്ത് മനസ്സിലാക്കണം കേട്ടോ. അതിൽ ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സുകളുണ്ട്, ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഞാനൊരു ഇത് പറഞ്ഞു, അതൊരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ ആ നേച്ചർ പറഞ്ഞതാണ്, ചാപ്റ്റേഴ്സിന്റെ നേച്ചർ ആ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റുകളൊക്കെ എപ്പോഴും നല്ലപോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഓക്കെ ആണോ, സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഓക്കെയാണ്.
ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ പബ്ലിക് റിലേഷൻസ് ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോ ആ ഒരു ചാപ്റ്ററിനകത്ത് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അല്ലെ, പബ്ലിക്കുമായിട്ടുള്ള ഒരു റിലേഷൻ. നമ്മളിവിടെ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ, അതായത് ഒരു ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ടുള്ള ആ ഒരു റിലേഷൻ ആണ് കേട്ടോ. ഓ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. PR, അതെ, പബ്ലിക് റിലേഷൻ ഓഫീസർ. നമ്മൾ എന്തിനാണ് പബ്ലിക് റിലേഷൻസിന് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം വരാനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കി. നല്ല സേവനങ്ങൾ. ഓക്കെ, ഷബിന് പറയുന്നു നല്ല സേവനങ്ങൾ കൊടുക്കാനായിട്ട്. പിന്നെന്താണ്, എന്തിനായിരിക്കും നമ്മൾ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയാൻ കാരണം? ഒന്നാമത്തത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അഫീല പറയുന്നു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതെ, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പാക്കാനായിട്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. അതായത് നമുക്കൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നു, കസ്റ്റമർ സർവീസ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് പബ്ലിക് റിലേഷൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ഹോസ്പിറ്റലിന് ഓക്കെ ഷബിന, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഇമേജിനും അതുപോലെ ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനും അതുപോലെ അതിന്റെ സ്റ്റെബിലിറ്റിക്ക് നമുക്ക് ഓക്കെ അതിന് പറയുന്നു ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ്. അത് തന്നെ കറക്റ്റ് ആണ്, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ടും ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനും അതുപോലെ നമുക്ക് ആ ഒരു നല്ലൊരു ട്രസ്റ്റ്, പബ്ലിക്കിനിടയിൽ നല്ലൊരു വിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് അത്യാവശ്യമാണ്? ഇവിടെ പബ്ലിക് റിലേഷൻ ആവശ്യമാണ് അല്ലെ. ഒരു പബ്ലിക് റിലേഷൻ ഇല്ലാതെ നമുക്കൊരു ഹോസ്പിറ്റലിൽ അവിടെ നിലനിൽപ്പ് ഉണ്ടായിരിക്കുമോ? ഒരിക്കലും ഉണ്ടായിരിക്കില്ല അല്ലെ. ആ ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും അവിടെ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ പ്രോഗ്രാംസുകളുണ്ട് അല്ലെ, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് എന്തിലേക്ക് എത്തിക്കണം? ജനങ്ങളിലേക്ക് എത്തിക്കണം അല്ലെ. അങ്ങനെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ ഡെവലപ്പ് ചെയ്യാനും ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ടുള്ള നല്ലൊരു ട്രസ്റ്റ്, ഒരു വിശ്വാസമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനും എന്താവശ്യമാണ്? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ് എന്താണ്, പബ്ലിക് റിലേഷന്റെ പിതാവ് ആരാണ്, പിന്നെ പബ്ലിക് റിലേഷന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഏതെല്ലാം മെത്തേഡുകളിലൂടെ നമുക്ക് പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? പ്രധാനമായിട്ടും നമുക്ക് രണ്ട് മെത്തേഡുകളാണ് അതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓപ്പറേറ്റീവ് മെത്തേഡ് പഠിക്കാനുണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അങ്ങനെ ഈ രണ്ട് മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറയുന്ന പബ്ലിക് റിലേഷന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യാനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ, പിന്നെ ആരാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ? അദ്ദേഹത്തിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്?
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഈ ചാപ്റ്റർ നോക്കുമ്പോൾ വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഇതിൽ പഠിക്കാനുള്ള കണ്ടന്റുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കുമ്പോ പേജ് നോക്കുമ്പോ ഒരുപാട് ഉണ്ട് ഇത്, പക്ഷെ അതിലെ കണ്ടന്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് കണ്ടന്റുകളും പോയിന്റുകളും മാത്രമേ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ നമ്പർ 4 പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽസ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഹു വാസ് എഡ്വേർഡ് ബർണേഴ്സ്. ആരാണ് എഡ്വേർഡ് ബർണേഴ്സ്? ആരാണ് എഡ്വേർഡ് ബർണേഴ്സ്? നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഫസ്റ്റ് പോയിന്റ് അതാണ് കേട്ടോ. ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. ആരാണ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ്. ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഹു വാസ് എഡ്വേർഡ് ബർണേഴ്സ്? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്പാൻ അവിടെ എഴുതിയിട്ടുണ്ട്. 1891 to 1995 അത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം കേട്ടോ. 104 വർഷം അത്യാവശ്യം ജീവിച്ച റെക്കോർഡ് ഇട്ട ഒരാളാണ് അല്ലെ. 104 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ അങ്കിളാണ്, എഡ്വേർഡ് ബർണേഴ്സിന്റെ അങ്കിളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയിട്ട്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സൈക്കോ അനലിസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. പ്രത്യേകിച്ച് നമ്മൾ സൈക്കോളജിയിലൊക്കെ വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. അദ്ദേഹം എഡ്വേർഡ് ബർണേഴ്സിന്റെ അമ്മാവനായിരുന്നു കേട്ടോ, മക്കളായിരുന്നു. അതൊന്നും പഠിക്കുന്നതും വേണ്ട, അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ്. ആരാണ്? എഡ്വേർഡ് ബർണേഴ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അവിടെ ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എഡ്വേർഡ് ബർണേഴ്സിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ്. നമ്മൾ ഇപ്പൊ പഠിച്ചതാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, കോയിന്റെ പബ്ലിക് റിലേഷൻ കൗൺസിൽ. ആദ്യമായിട്ട് ഒരു പബ്ലിക് റിലേഷൻ കൗൺസില് രൂപീകരിക്കുന്നത് ആരാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ്. ആരാണ്? പബ്ലിക് റിലേഷൻ കൗൺസിൽ. ആരാണ് പബ്ലിക് റിലേഷൻ കൗൺസില് ആദ്യമായിട്ട് രൂപീകരിച്ചത്? ആരാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ്. ആരാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ്. ഓക്കെ. അതുകൂടാണ്ട് റോഡ് ഫസ്റ്റ് PR ബുക്ക് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പൊ ഇദ്ദേഹമാണ് പബ്ലിക് റിലേഷൻസിനെ പറ്റിയിട്ടുള്ള ആദ്യമായിട്ടൊരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്യുന്നത്, ഒരു ബുക്ക് എഴുതുന്നത് തന്നെ ആരാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഇതാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പൊ എഡ്വേർഡ് ബർണേഴ്സിന്റെ പബ്ലിക് റിലേഷനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കാണിത്, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ. ഇനി ടൗട്ട് ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ആദ്യമായിട്ട് നമ്മുടെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയില് പബ്ലിക് റിലേഷൻ കൗൺസില് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നതും ആര് തന്നെയാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെന്താണ്? ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ. അദ്ദേഹത്തിനെ തന്നെ സ്വയം എങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത്? PR പ്രൊഫഷണൽ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ്. അതുപോലെ ആദ്യമായിട്ടൊരു പബ്ലിക് റിലേഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതും ആര് തന്നെയാണ്? എഡ്വേർഡ് ബർണേഴ്സ് ആണ്. ഇനി പബ്ലിക് റിലേഷൻസിനെ സംബന്ധിക്കുന്ന ആദ്യത്തെ ബുക്ക് എഴുതിയതും എഡ്വേർഡ് ബർണേഴ്സ് ആണ്. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഇതാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയില് പബ്ലിക് റിലേഷൻ കൗൺസില് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നതും എഡ്വേർഡ് ബർണേഴ്സ് ആണ് കേട്ടോ. അദ്ദേഹത്തിന് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് എന്തായിരുന്നു? PR പ്രൊഫഷണൽ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? എഡ്വേർഡ് ബർണേഴ്സ് ആരാണെന്നും അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു പോയില്ലേ നിങ്ങള്? ഓക്കെ അല്ലേ? ഓക്കെ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പബ്ലിക് റിലേഷന്റെ
ഡെഫിനേഷൻ ആണ് കേട്ടോ. എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് രണ്ട് ഡെഫിനേഷൻസ് ആണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. അതില് ഒരു ഡെഫിനേഷൻ ജോൺ വില്ലറ്റിന്റെ ആണ് കേട്ടോ. ആരുടെയാണ്? ജോൺ വില്ലറ്റിന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കാനുണ്ട് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോൾ ആ ഡെഫിനേഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഇത് ആര് മുന്നോട്ട് വെച്ച ഡെഫിനേഷൻ ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണം ജോൺ വില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ നോക്കാം. ഫസ്റ്റ് ഡെഫിനേഷൻ ഇതാണ്. പബ്ലിക് റിലേഷൻ മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. ഇവിടെ വായിക്കാം. Public relations means knowing what the public hopes for and explaining how administration is satisfying these desires. ഇതാണ് പറയുന്നത്. ജോൺ മില്ലറ്റ് ആണ് ഡിഫൈൻ ചെയ്തത് അല്ലെ. ജോൺ മില്ലറ്റ് എങ്ങനെയാ ഡിഫൈൻ ചെയ്തേ? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല് പൊതുജനങ്ങള് എന്ത് പ്രതീക്ഷിക്കുന്നു അല്ലെ. പബ്ലിക് ഹോപ്സ് ഫോർ എന്താണ്, പൊതുജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയാനും അവരുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ സംതൃപ്തമാക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു വിശകലനമാണ് എന്ത് പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഒരു ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞത് അല്ലെ. അവരുടെ പ്രതീക്ഷകളെ എങ്ങനെ ഒരു ഭരണകൂടം അത് നിറവേറ്റുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദാംശങ്ങളാണ് പബ്ലിക് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പബ്ലിക്കുമായിട്ടുള്ള ബന്ധമാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായ ഒരു പബ്ലിക് കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾക്കറിയാം ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. ജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന തരത്തിൽ സേവനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം അല്ലെ. അപ്പൊ അങ്ങനെ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് സേവനങ്ങൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതൊന്ന് ചിന്തിച്ചാലോചിച്ചാൽ മതി. പൊതുജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിയാനും അവരുടെ പ്രതീക്ഷകളെ എങ്ങനെ ഭരണകൂടം അത് സംതൃപ്തമാക്കുന്നു എന്നതിനെ പറ്റി വിശദമാക്കുന്ന ഒന്നാണ് പബ്ലിക് റിലേഷൻ. ആരുടെ ഡെഫിനിഷൻ ആണ്? ജോൺ മില്ലറ്റ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജോൺ മില്ലറ്റിന്റെ. അതാണ് ഒന്നാമത്തെ. രണ്ടാമത് മറ്റൊരു ഡെഫിനിഷൻ, അത് ആരാണ് ഫുഡ് ഫോർവേഡ് എഴുതിയത് കൊടുത്തിട്ടില്ല, പക്ഷെ മറ്റൊരു ഡെഫിനിഷൻ ഇതാണ്. പബ്ലിക് റിലേഷൻസ് ഈസ് എൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ through sound character and genuine performance on the basis of a mutually satisfactory two-way communication. Public relation is an organized process to influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. മറ്റൊരു ഡെഫിനിഷൻ ആണ്. അതായത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് എൻ ഓർഗനൈസ്ഡ് പ്രോസസ്. അതൊരു സംഘടിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്തിനുള്ള പ്രക്രിയയാണ്? ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ. പൊതുജനങ്ങളെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പബ്ലിക് ഒപ്പീനിയനെ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റാം? ത്രൂ ദ സൗണ്ട് ക്യാരക്ടർ ആൻഡ് ജെനുവിൻ പെർഫോമൻസ്. ശരിയല്ലേ? അതായത് നല്ല ക്യാരക്ടറിലൂടെ സത്യസന്ധമായിട്ടുള്ള പെർഫോമൻസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പൊതുജനങ്ങളെ നമുക്ക് സ്വാധീനിക്കാനായിട്ട് പറ്റുക. ഇനി അങ്ങനെ സ്വാധീനിക്കുമ്പോൾ എന്തുറപ്പ് വരുത്തണം? ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു വേ കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ സംതൃപ്തമാകുന്ന ഒരു ടു വേ കമ്മ്യൂണിക്കേഷനിലൂടെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്നതിനുള്ള ആ ഒരു സംഘടിത പ്രോസസ്സിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം നമുക്ക് പൊതുജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുക? നല്ല ക്യാരക്ടറിലൂടെ അല്ലെങ്കിൽ നല്ല നല്ല സേവനങ്ങളിലൂടെയാണ് നമുക്ക് പൊതുജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് കാൻഡിഡേറ്റ്സുകൾ നമ്മുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഓരോരുത്തർക്ക് എങ്ങനെയാണ് വോട്ട് കൊടുക്കുന്നത്? നമ്മൾ അവരെ അസസ് ചെയ്യും അല്ലെ. ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ നമ്മൾ നോക്കും, അല്ലെങ്കിൽ നിലവിൽ എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അതിനൊക്കെ അനുസരിച്ചിട്ടല്ലേ നമ്മൾ
നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത്, അല്ലെ? ഒന്ന് ആലോചിക്കുക. അതുപോലെ തന്നെയാണ് നമ്മളൊരു പബ്ലിക്കിനെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുക? നല്ല പ്രവർത്തനങ്ങളിലൂടെ, അല്ലെ? അതുപോലെ തന്നെ നല്ല ക്യാരക്ടറിലൂടെ. പക്ഷെ എന്താണ്, നമ്മൾ അങ്ങനെ പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുന്നതോടൊപ്പം തന്നെ രണ്ടു കൂട്ടർക്കും ഒരുപോലെ സംതൃപ്തമാവുന്ന രീതിയിൽ നമ്മളൊരു ഹോസ്പിറ്റലിനെ വെച്ച് ചിന്തിക്കാൻ. ഇപ്പൊ ഹോസ്പിറ്റല് നല്ല സേവനങ്ങൾ ആർക്ക് കൊടുക്കാണ്? പബ്ലിക്കിന് കൊടുക്കുകയാണ്, അല്ലെ? പബ്ലിക് ആരിൽ നിന്ന് സേവനങ്ങൾ കൈപ്പറ്റുന്നുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ ഹോസ്പിറ്റലിൽ അവര് പബ്ലിക്കിന് കൊടുക്കുന്ന സേവനങ്ങളിൽ അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇനി പബ്ലിക്കിനാണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളിൽ അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അങ്ങനെ രണ്ടു കൂട്ടർക്കും ഇടയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ, രണ്ടു കൂട്ടർക്കും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ, ആർക്കും ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരരുത്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷനിലൂടെ പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു ഓർഗനൈസ്ഡ് പ്രോസസ്സിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? രണ്ട് ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? കുറച്ച് ഡ്രൈ ആണ് കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിലായോ പബ്ലിക് റിലേഷൻ എന്താണെന്നുള്ളത്? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ നീഡ് എന്താണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, enlarge the visibility for the hospital employees, programs and services. എന്താണ്? ഹോസ്പിറ്റലിന്റെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെ? വിസിബിലിറ്റി വർദ്ധിപ്പിക്കാന്ന് വെച്ചാൽ എന്താണ്? ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പകരം എന്താണ്? ഹോസ്പിറ്റലും അവരുടെ സേവനങ്ങളെ പറ്റിയിട്ടും അതുപോലെ അവിടെ നടക്കുന്ന പ്രോഗ്രാംസുകള്, അവിടുത്തെ ജീവനക്കാര്, അവരെ പറ്റിയൊക്കെ എന്താണ് പൊതുജനങ്ങൾക്കിടയിൽ ഒരു വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന ഈ ഒരു ഹോസ്പിറ്റൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട് എന്തുണ്ടായിരിക്കണം? പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം, അവരുടെ ഇടയിലേക്ക് എത്തണം, അല്ലെ? അതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അതിനുള്ള, അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലും അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ പ്രോഗ്രാംസുകളെ, സേവനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, എൻലാർജ് ചെയ്യുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. അതാണ് പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ നമ്മുടെ റീജിയനിലെ ഹോസ്പിറ്റലിനെ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുന്നതിനും നമുക്ക് എന്ത് ആവശ്യമാണ്? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്, അല്ലെ? പൊതുജനങ്ങളുമായിട്ടൊരു സമ്പർക്കവും നല്ല ബന്ധം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ഒരു റീജിയനില് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ലീഡർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ സ്ഥാപിക്കണമെങ്കിൽ അവിടെ എന്ത് അത്യാവശ്യമാണ്? അവിടുത്തെ ആളുകളുമായിട്ട് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻക്രീസ് ദ അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രോഗ്രാംസുകളെ പറ്റിയിട്ടും സേവനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് എന്ത് വേണം? പബ്ലിക് റിലേഷൻ വേണം, അല്ലെ? നമ്മൾ ഒരാളോട് പറയുന്നു, അയാൾ മറ്റൊരാളോട് പറയുന്നു, അങ്ങനെ നല്ലൊരു വലിയ പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ സേവനങ്ങളെ പറ്റിയിട്ടും പ്രോഗ്രാംസുകളെ പറ്റിയിട്ടും നമുക്ക് ആ ഒരു അവയർനെസ്, അല്ലെ, പൊതുജനങ്ങൾക്കിടയിൽ ഒരു അവയർനെസ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത പോയിന്റ് എന്താണ്? എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ്, അല്ലെ? ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് എന്താ ആവശ്യമാണ്? പബ്ലിക് റിലേഷൻ ആവശ്യമാണ്, അല്ലെ? എൻഹാൻസ്ഡ് ഹോസ്പിറ്റൽസ് ഇമേജ്, ഹോസ്പിറ്റലിന്റെ ഇമേജ്, ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും എന്ത് അത്യാവശ്യമാണ്? പബ്ലിക് റിലേഷൻ അത്യാവശ്യമാണ്. പിന്നെന്താണ്? അസിസ്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആൻഡ് റീടെൻഷൻ ഓഫ് എംപ്ലോയീസ്. എന്താണ്? അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് റീടെൻഷൻ ഓഫ് എംപ്ലോയീസ്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ, ജീവനക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതിനും തെരഞ്ഞെടുക്കുന്നതിനും അവരെ റീടെൻഷൻ നിലനിർത്തുന്നതിനും നമുക്ക് എന്താ അത്യാവശ്യമാണ്? പബ്ലിക് റിലേഷൻ വേണമല്ലോ. കാര്യം നമ്മൾ ഈ പബ്ലിക്കിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്,
അല്ലെ തിരഞ്ഞെടുക്കുന്നത്. ഈ പറയുന്ന എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും അവരെ തിരഞ്ഞെടുക്കാനും അവരെ നിലനിർത്തുന്നതിനും ഒക്കെ എന്താ അത്യാവശ്യമാണ്, നമുക്ക് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. പിന്നെന്താണ്, ആക്ട് ആസ് എ ഫൗണ്ടേഷൻ when unreal news about the hospital happens. അതാണ് ആക്ട് ആസ് എ ഫൗണ്ടേഷൻ when unreal news about the hospital happens. അപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടോ അല്ലെങ്കിൽ അൺറിയൽ ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് പ്രവർത്തിക്കണമെങ്കിലും എന്ത് അത്യാവശ്യമാണ്, പബ്ലിക് റിലേഷൻ വേണം അല്ലെ. പൊതുജനങ്ങളുമായിട്ട് നമുക്കറിയാം നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പെട്ടെന്ന് ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തകർന്നു പോകാനുള്ള ചാൻസ് കുറവാണ് അല്ലെ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അൺറിയൽ ന്യൂസ് ആണ് കേട്ടോ. എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ, എന്തെങ്കിലും ആരോപണങ്ങളോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിനെതിരെ വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഫൗണ്ടേഷൻ, ഒരു ബേസ്മെന്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് അത്യാവശ്യമാണ്, പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്താണ്, ഇംപ്രൂവ് എംപ്ലോയി മൊറാലെ. എന്താണ് ഇംപ്രൂവ് എംപ്ലോയി മൊറാലെ? മൊറാലെ മീൻസ് എന്താണ്, മനോവീര്യം അല്ലെ. ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ മനോവീര്യം ഇംപ്രൂവ് ചെയ്യുന്നതിന് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, നല്ല പബ്ലിക് റിലേഷൻ എഫേർട്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ജീവനക്കാരുടെ നമുക്ക് കുറെ കൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് കുറെ കൂടെ അവരുടെ പെർഫോമൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെ. അപ്പൊ അവർക്ക് തന്നെ എന്താണ്, നല്ലൊരു പബ്ലിക് റിലേഷൻ, അവർക്ക് തന്നെ ഒരു റെക്കഗ്നീഷൻ ലഭിക്കും അല്ലെ. അവിടെ തന്നെ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവർക്ക് പബ്ലിക്കിനിടയിൽ ഒരു അംഗീകാരം ലഭിക്കും, റെക്കഗ്നീഷൻ ലഭിക്കും അല്ലെ. അങ്ങനെ അവർ കുറെ കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ കുറെ കൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇംപ്രൂവ് എംപ്ലോയി മൊറാൽ എന്ന് വെച്ചാൽ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും നമുക്ക് എന്ത് അത്യാവശ്യമാണ്, പബ്ലിക് റിലേഷൻ അവിടെ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകള്? ഇതുകൊണ്ടാണ് നമ്മളൊരു പബ്ലിക് റിലേഷൻ ആവശ്യമുണ്ട്, പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത മനസ്സിലായോ? ഒന്ന്, ആ ഹോസ്പിറ്റലിന്റെ വിസിബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കണം അല്ലെ. അതിന്റെ റെപ്യൂട്ടേഷൻ, അവിടുത്തെ സേവനങ്ങളെ പറ്റിയും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ടൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം, നമുക്കൊരു അവയർനെസ് കൊടുക്കണം അല്ലെ. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിടെ ഇതിന്റെ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടെന്നും ആളുകളിലേക്ക് എത്തിക്കണം. അതിന് നമുക്ക് ആ ഒരു വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഹോസ്പിറ്റലിനെ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യണമെങ്കിലും നമുക്ക് പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രോഗ്രാംസുകളെയും സേവനങ്ങളെ പറ്റിയിട്ടുള്ള പൊതുജനങ്ങൾക്കിടയിൽ അവയർനെസ് വർദ്ധിപ്പിക്കുന്ന ഒരു പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമാണ്. പിന്നെ എംപ്ലോയീസിനെ, ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിനും അവരെ നിലനിർത്തുന്നതിനും ഒക്കെ പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും അൺറിയൽ ആയിട്ടുള്ള ആലിഗേഷൻസുകൾ, ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് തകർന്നു പോവാതെ അവർക്കൊരു ഫൗണ്ടേഷൻ, ഒരു ബേസ്മെന്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിനും എന്തത്യാവശ്യമാണ്, പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. അവിടുത്തെ ജീവനക്കാരുടെ മനോവീര്യം ഇംപ്രൂവ് ചെയ്യുന്നതിനും അല്ലെ, അവരെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ, അവർക്ക് ഒരു റെക്കഗ്നീഷൻ കൊടുത്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഉയർത്തുന്നതിനും എന്തത്യാവശ്യമാണ്, പബ്ലിക് റിലേഷൻ ആവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ പോയിന്റ്സുകള്? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ, ക്ലാസ്സിലിരിക്കുന്നവര്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഇവിടെ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നീട് നിങ്ങൾ ക്ലാസ് കേട്ടു മനസ്സിലായില്ല എന്ന് പറയുമ്പോ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ പറയും കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി കേട്ടോ. നമ്മൾ പബ്ലിക് റിലേഷന്റെ പിതാവാരം പഠിച്ചു, പബ്ലിക് റിലേഷന്റെ ഡെഫിനേഷൻ പഠിച്ചു, പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ നീഡ്സ് അല്ലെ, ആവശ്യകതയെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റൈനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മെത്തേഡുകളിലൂടെയാണ് നമുക്ക് പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രധാനമായിട്ട് നമുക്ക് രണ്ട് മെത്തേഡുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ദർ ആർ മെയിൻലി ടു മെത്തേഡ്സ്. ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ്. ഒന്നാമത്തെ എന്താണ്? ഓപ്പറേറ്റീവ് മെത്തേഡ്. രണ്ടാമത്തത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്.
അതൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും. ആ പേരിൽ തന്നെ നമുക്ക് കുറെയൊക്കെ ഗസ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതെ, ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തന രീതികളാണ് അല്ലെ. നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തൂടെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നല്ല നല്ല സേവനങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആണ് ഇത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അല്ലെ, അതായത് നമ്മള് ഇഷ്ടം പോലെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളുണ്ട്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയൊക്കെ പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡാണ്, നല്ല പ്രവർത്തന രീതികളിലൂടെ. മറ്റൊന്ന് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, നല്ല ആശയവിനിമയ മാർഗങ്ങളിലൂടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ഓൺ ഡൂയിങ് ആണ് അല്ലെ. ദാറ്റ് ഫോക്കസ് ഓൺ ഡൂയിങ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഓപ്പറേറ്റീവ് മെത്തേഡെങ്കിൽ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഫോക്കസ് ഓൺ ഇന്ററാക്ഷൻ, കൂടുതൽ ഇന്ററാക്ഷൻസ്, മെസ്സേജസുകൾ കൺവേ ചെയ്ത് ആളുകൾ ഇമെയിൽസും മറ്റുള്ള സോഷ്യൽ മീഡിയകളൊക്കെ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പബ്ലിക് റിലേഷനെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഓരോന്നെന്താന്ന് വിശദമായിട്ട് നോക്കാം. എളുപ്പമാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. പ്രവർത്തന രീതികൾ നിങ്ങൾ ഓർക്കുക. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഫോക്കസ് ഓൺ ഡൂയിങ്, നല്ല പ്രവർത്തനങ്ങളിൽ കാഴ്ചവെക്കുന്നതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. നോക്കാം. These methods are basically related with every aspect of a hospital's operation. കേട്ടോ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് every aspect of a hospital operation, including those that are performed by workmen such as telephone operator, inquiry office personnel, and admission office clerk. അതായത് ഇവര് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മെത്തേഡാണിത് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ ആരൊക്കെ ഉൾപ്പെടെയാണ്? Those are performed by workmen such as telephone operator, inquiry office personnel, admission office clerk. അതെന്തുകൊണ്ട് അങ്ങനെ എടുത്തു പറയാൻ കാരണം? ടെലിഫോൺ ഓപ്പറേറ്റർമാര് അല്ലെങ്കിൽ എൻക്വയറി ഓഫീസ് സ്റ്റാഫുകള്, അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുൾപ്പെടെ എല്ലാ പ്രവർത്തന മേഖലകളുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലെയും എല്ലാ മേഖലകളിലെയും പെർഫോമൻസ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മെത്തേഡാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല ഓപ്പറേഷൻസ് സക്സസ് ആവുന്നത് അല്ലെ. ഏറ്റവും താഴെ തട്ടിലുള്ള മേഖലകളിൽ വരെ, മൈന്യൂട്ട് ആയിട്ടുള്ള മേഖലകളിൽ വരെ ഓപ്പറേഷൻസുകൾ നല്ല രീതിയിൽ നടന്നിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഹോസ്പിറ്റല് നല്ല സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, നല്ല ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ നഴ്സിംഗ് സേവനങ്ങൾ മോശമാണെങ്കിൽ നമുക്കത് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലകളും ഒരുപോലെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കാനാണ് ഏറ്റവും താഴെ തട്ടിലുള്ളവർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നല്ലതായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ എൻക്വയറി ഓഫീസ് പേഴ്സണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കാം. All those maintaining contact with the patients as well as those working behind the screen share the same burden. കേട്ടോ, നേരിട്ട് പേഷ്യൻസുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ ഡോക്ടർമാര്, നഴ്സുമാർ അവര് മാത്രമല്ല അല്ലെ. ബിഹൈൻഡ് ദി സ്ക്രീൻ, നമ്മൾ നേരിട്ട് കാണാത്തത്, നമ്മൾ നേരിട്ട് കോണ്ടാക്റ്റിൽ വരാതെ ഹോസ്പിറ്റലിന്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ച് ഇഷ്ടം പോലെ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ ഉണ്ട് അല്ലെ. അവരെല്ലാവർക്കും ഒരുപോലെ ഈ ഒരു എന്താ പറയുക പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരുപോലെ അവരും എന്താണ് റെസ്പോൺസിബിൾ ആണ്. അല്ലാണ്ട് ഡോക്ടർമാരും നഴ്സുമാരും മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ല അല്ലെ. ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് നല്ലൊരു ഓപ്പറേഷനിലൂടെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓപ്പറേറ്റീവ് മെത്തേഡ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്?
അടുത്തത് കേട്ടോ, ദ 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കമ്പോണന്റുകൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ അല്ലെ. നമ്മൾ വളരെ ജോയ്ഫുൾ ആയിട്ട്, വളരെ പ്ലസന്റ് ആയിട്ട്, വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം. നമുക്കറിയാം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഫോക്കസ് ഓൺ ഡൂയിങ് അല്ലെ. നമ്മൾ നല്ല പ്രവർത്തനങ്ങളെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം? ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, വളരെ പ്ലസന്റ് ആയിട്ട്, നല്ല സന്തോഷത്തോടെ, വളരെ മാന്യമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ടുള്ള പെരുമാറ്റം. അതൊരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്. രണ്ടാമത്തത് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ചികിത്സ പ്രൊവൈഡ് ചെയ്യുക. അത് രണ്ടാമത്തെ കമ്പോണന്റ് ആണ്. ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുത്ത് പെട്ടെന്ന് ക്വിക്കായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. മൂന്നാമത്തെ എന്താണ്? ക്ലിയർ എൻവിയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. ക്ലിയർ എൻവിയോൺമെന്റ് അല്ലെ, വളരെ നല്ലൊരു എൻവിയോൺമെന്റ് ആയിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ് അല്ലെ, അവിടുത്തെ വർക്കേഴ്സും വളരെ നല്ല രീതിയിൽ, നല്ല വെൽ അപ്പിയർ ആയിട്ട്, നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയോട് കൂടി തന്നെ അവിടുത്തെ ജീവനക്കാർ പ്രവർത്തിക്കണം അല്ലെ. അപ്പൊ നല്ല പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്ലസന്റ് ആയിട്ട്, വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റമായിരിക്കണം, വളരെ വേഗത്തിൽ, വളരെ കാര്യക്ഷമമായിട്ടുള്ള പരിചരണങ്ങൾ, ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ വളരെ വെൽ അപ്പിയർഡ് ആയിട്ട് വേണം അവിടുത്തെ വർക്കേഴ്സുകള് പബ്ലിക്കിന്റെ മുമ്പിൽ എന്ത് ചെയ്യാനായിട്ട്, റെപ്രസെന്റ് ചെയ്യാനായിട്ട്. നമുക്കറിയാലോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ജീവനക്കാർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ് കോഡും കാര്യങ്ങളും, വളരെ ഹോസ്പിറ്റാലിറ്റിയോട് കൂടിയാണ് ഓരോ പേഷ്യൻസിനെ അവരെ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? നല്ല പ്രവർത്തനങ്ങളുടെ ഓപ്പറേറ്റീവ് മെത്തേഡില് വരുന്ന കമ്പോണന്റുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം, സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിറ്റി ലെവലാണ്. ഇനി ഇവയ്ക്ക് പുറമെ നമ്മുടെ കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ 3 ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണന്റുകളാണ്. അതിനു പുറമെ എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നാമത്തെ നോക്കിയേ, എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഇസ് ദ ബേസിസ് ഓഫ് എ ഗുഡ് പബ്ലിക് റിലേഷൻ. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് ദ ബേസിസ് ഓഫ് എ ഗുഡ് പബ്ലിക് റിലേഷൻ. നല്ല പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ, നല്ല പബ്ലിക് റിലേഷന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ആണ്. ഏറ്റവും ഗുണമേന്മയുള്ള ഒരു പരിചരണം ആർക്ക് കൊടുക്കുക? പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാം. അത് തന്നെയാണ് ഗുഡ് പബ്ലിക് റിലേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം? ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഉറപ്പുവരുത്താൻ, ഏറ്റവും ഗുണമേന്മയുള്ള ഒരു പരിചരണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് എ ഗുഡ് പബ്ലിക് റിലേഷൻ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ എയർ. അതുപോലെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യത്തിന് നല്ല ഫിസിക്കൽ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കുക. ഒരുപാടല്ല, സഫിഷ്യന്റ് ആയിട്ട്, എന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ, ഫിസിക്കൽ ഫെസിലിറ്റികൾ അവിടെ ഉണ്ടായിരിക്കണം. എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒട്ടും സൗകര്യമില്ല, ഇരിക്കാനും സ്ഥലമില്ല, നിൽക്കാനും സ്ഥലമില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു മറ്റുള്ള സൗകര്യങ്ങൾ, ബാത്റൂം സൗകര്യങ്ങളില്ല, ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റിയിൽ പോകാൻ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടും? ഇല്ല. അത്യാവശ്യം ഫിസിക്കൽ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതും അതിന്റെ ഭാഗമാണ്. അതാണ് അവിടെ പറയുന്നത്, വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയേഴ്സ്, വാട്ടർ, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി വിത്ത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിലാണെങ്കിലും അത്യാവശ്യം എന്താണ്, അവർക്ക് ആളുകൾക്ക് പേഷ്യൻസിന് വേണ്ട വെയിറ്റിംഗ് റൂമും അത്യാവശ്യത്തിന് ബെഞ്ചസും ചെയറുകളും പിന്നെ വാട്ടർ സപ്ലൈ, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റികളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം, ഒരു ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? മേക്കിംഗ് അതേഴ്സ് ഹാപ്പി, വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. Good morale of workers not only improves the efficiency, but workers with a high morale work in a positive manner with one another and also with the patients in the community.
അതൊരു വലിയൊരു ഫാക്റ്റ് ആണ് പറയുന്നത് അല്ലെ. നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്വയം സന്തോഷിക്കണം അല്ലെ. നമ്മൾ സ്വയം സന്തോഷവാന്മാരാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്കും ആ ഒരു സന്തോഷം പകർന്നു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. എന്നതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. അതായത് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്ന ആളുകള്, ജീവനക്കാര്, അവരെപ്പോഴും എന്തായിരിക്കണം, നല്ല കോൺഫിഡന്റ് ആയിരിക്കണം അല്ലെ. എന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയാ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഇംപ്രൂവ്സ് എഫിഷ്യൻസി, അവർ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക മാത്രമല്ല, പിന്നെന്താണ്, വർക്കേഴ്സ് വിത്ത് ഹൈ മൊറാലി വർക്കിന് പോസിറ്റീവ് മാനറിലേക്ക് വന്നത് മറ്റുള്ള വർക്കേഴ്സ് ആയിട്ട്, മറ്റുള്ള കൊളീഗ്സും ആയിട്ട് അവര് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ അവര് എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുള്ളൂ അല്ലെ. നല്ല ആൾക്കാരാണെങ്കിൽ അവര് സ്വയം പ്രവർത്തിക്കാൻ മാത്രമല്ല മറ്റുള്ളവരോടൊപ്പം അവര് വളരെയധികം സഹകരിച്ച് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരും പ്രവർത്തിക്കുന്നുണ്ടാവുക അല്ലെ. ആൻഡ് ആൾസോ വിത്ത് ദ പേഷ്യൻസിന്റെ കമ്മ്യൂണിറ്റി, മാത്രമല്ല കമ്മ്യൂണിറ്റിയിലെ ആളുകളുമായിട്ടും അവര് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെന്താണ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് effective coordination among all clinical departments and other supportive services arise from the good administration, organization structure, policies, procedures and authority and responsibility should be clearly understood by each staff. എന്താണ് അവിടെ പറയുന്നത്? നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകള് അല്ലെ, ഒരുപാട് സ്റ്റാഫുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അതിനുള്ളൊരു ഇതാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും മറ്റ് സപ്പോർട്ടീവ് സേവനങ്ങളൊക്കെ നല്ല രീതിയിൽ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കണം. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് നിർബന്ധമാണ്? അങ്ങനെ ഒരു പ്രവർത്തനം സാധ്യമാവുന്നത് എന്തിലൂടെയാണ്? ദാറ്റ് ഫ്രം ദ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, നല്ലൊരു അഡ്മിനിസ്ട്രേഷനിലൂടെ അത് സാധ്യമാവുള്ളൂ അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകില് നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റലിന് നല്ല രീതിയിലായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനം സാധ്യമാകുന്നത് എവിടെ നിന്നാണ്? ദാറ്റ് അറൈസ് ഫ്രം ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, നല്ലൊരു അഡ്മിനിസ്ട്രേഷനിലുണ്ട് അല്ലെ. അതുപോലെ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കും അല്ലെ. ഹോസ്പിറ്റലിന്റെ ആ ഒരു സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ആളുകളുടെ, ജീവനക്കാരുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നല്ലതായിരിക്കണം. അതുപോലെ തന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും അവിടെ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് കൊണ്ടാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അല്ലെ. അതിന് തോന്നിയ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അല്ല. അവിടെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ടായിരിക്കണം. ആൻഡ് അതോറിറ്റി, അതുപോലെ നല്ലൊരു അതോറിറ്റി, നല്ലൊരു എന്താ പറയാ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് സ്റ്റാഫ്. അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം അല്ലെ. ഇപ്പൊ കാര്യം പോളിസികൾ ഉണ്ട്, പ്രൊസീജിയറുകൾ ഉണ്ട്, നല്ല അതോറിറ്റി ഉണ്ട്, നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും സാധിക്കും. പക്ഷെ എങ്കിലും അവിടെ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോ സ്റ്റാഫുകളും എന്തായിരിക്കണം, അവർക്ക് അവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം. സ്വന്തം റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് അത് നമുക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ ഓരോ വ്യക്തികളും ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ എന്താ പറയാ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അത്രയുള്ള ഓപ്പറേറ്റീവ് മെത്തേഡ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന പ്രവർത്തന രീതികളാണ്. നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയൊക്കെ നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റീവ് മെത്തേഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്താണ്? വളരെ പ്രസന്റ് ആയിട്ട് മര്യാദപൂർവ്വം പ്രവർത്തിക്കുക, അതുപോലെ വളരെ പേഷ്യൻസ് വരുന്ന സമയത്ത് വളരെ ക്വിക്ക് ആയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക അല്ലെ. പിന്നെന്താണ്? ഹോസ്പിറ്റൽ അന്തരീക്ഷം എപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുക. പിന്നെ എന്താണ്, അതുപോലെ നമ്മളൊരു പബ്ലിക്കിന്റെ മുമ്പിൽ അപ്പിയർ ചെയ്യുന്ന സമയത്ത് വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട്, വെൽ അപ്പിയറൻസോട് കൂടി തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ല ഫിസിക്കൽ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. ഒരു ഗുഡ് പബ്ലിക് റിലേഷൻ ബേസിസ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ആണ്. ഓക്കെ, പിന്നെ
നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും വളരെ ഏകോപിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്തൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ സാധ്യമാകുന്നത് എങ്ങനെയാണ്? നല്ല അഡ്മിനിസ്ട്രേഷനിലൂടെ, നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ, കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളിലൂടെ, പിന്നെ എന്താണ് അത് ഓരോ സ്റ്റാഫുകളും അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ മാത്രമേ നല്ലൊരു പ്രവർത്തനം നമുക്ക് അവിടെ സാധ്യമാകൂ. ഓക്കെ, ക്ലിയർ ആയോ? ഓപ്പറേറ്റീവ് മെത്തേഡ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഓപ്പറേറ്റീവ് മെത്തേഡ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലോട്ട് കടന്നാലോ? സെക്കൻഡ് മെത്തേഡാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അപ്പൊ നമ്മൾ പറയും ഓപ്പറേറ്റീവ് മെത്തേഡ് ഫോക്കസ് ഓൺ ഡൂയിങ് ആണ് അല്ലെ, കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കൂടുതൽ എന്തിന് ഫോക്കസ് കൊടുക്കുന്നത്? ഓപ്പറേറ്റീവ് മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ്. നല്ല ആശയവിനിമയത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് റിലേഷനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, ദയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് എന്താണ്? നമ്മൾ ഈ മെസ്സേജസ് കൺവേ ചെയ്യുകയും അതുപോലെ നമ്മുടെ ഇമെയിലുകളുടെയും മറ്റ് എന്താ പറയാ സോഷ്യൽ മീഡിയകളിലും അതുപോലെ ഫീഡ്ബാക്കുകളൊക്കെ എടുക്കുന്ന ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മള് അവിടെ കൂടുതലും എന്താ പറയാ മെസ്സേജസുകൾ കൺവേ ചെയ്യാം, സോഷ്യൽ മീഡിയാസ് വഴി നമ്മൾ കാര്യങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും എന്തിനകത്ത് വരുന്നത്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, their relatives and visitors അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വിസിറ്റേഴ്സുകളായിക്കോട്ടെ, അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. ഇങ്ങനെ ത്രൂ കമ്മ്യൂണിക്കേഷൻ. അത് കമ്മ്യൂണിക്കേഷനിലൂടെയല്ലേ നടക്കുന്നത്. അവരെന്താണോ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ അവരെന്താണോ ചോദിക്കുന്ന കാര്യങ്ങൾ, അവർ എൻക്വയറി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, സ്യൂട്ടബിൾ ഇൻഫർമേഷൻസ് അവർക്ക് ലഭ്യമാക്കുക. അതാണ് ഒന്നാമത് വരുന്നത് അല്ലെ കമ്മ്യൂണിക്കേഷന്റെ. പിന്നെന്താണ്? എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് നമ്പറിംഗ് ഓൺ റിട്ടേൺ വൺ. അതായത് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മള് വാക്കാലുള്ള രേഖാമൂലമുള്ള പരാതികൾ നിർബന്ധമാക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. രേഖാമൂലമുള്ള പരാതികൾ നിർബന്ധമാക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്. ഈ പറയുന്ന വ്യക്തി ഇല്ലിറ്ററേറ്റ് ആണെന്ന് വിചാരിക്കുക, അയാൾക്ക് വിദ്യാഭ്യാസമില്ല, അയാൾക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയാത്ത ഒരാളാണ്. പക്ഷെ അയാൾക്ക് അയാളുടെ ആവശ്യങ്ങൾ അറിയിക്കണ്ടേ? അപ്പൊ നമ്മൾ പറയാണ് നിങ്ങൾ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രേഖാമൂലമുള്ള പരാതികള് അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിർബന്ധമാക്കാതെ വാക്കാലുള്ള കാര്യങ്ങള്, വാക്കാലുള്ള പരാതികള് അല്ലെങ്കിൽ ആവശ്യങ്ങൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാല് നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. എഴുതാനും വായിക്കാൻ അറിയുന്നവരെ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പനിങ് ഓൺ റിട്ടേൺ വൺ കേട്ടോ. രേഖാമൂലമുള്ള പരാതികൾ നിർബന്ധമാക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം.
പിന്നെന്താണ് സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. അതുപോലെ ക്വസ്റ്റ്യനുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ, സ്വിച്ച് റിപ്ലൈ, പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടികൾ കൊടുക്കുക. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഡിലേ വരുത്തി സമയം എടുത്ത് കൊടുക്കണേക്കാളും നല്ലത് പെട്ടെന്ന് അവരെന്താണ് അന്വേഷിക്കുന്നത് അതിന് കൃത്യമായിട്ട്. ഇതൊക്കെ നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുക. പിന്നെ എന്താണ് പ്രൊവിഷൻ ഓഫ് സജക്ഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. എന്താണ് പ്രൊവിഷൻ ഓഫ് സജക്ഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്, അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന സജക്ഷൻ ബോക്സുകളെ സ്ഥാപിക്കുക. അപ്പൊ ഈ സജക്ഷൻ ബോക്സുകളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരിട്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സജക്ഷൻ ബോക്സുകളിൽ വേണമെങ്കിൽ നമ്മുടെ പേരൊന്നും പരാമർശിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ, സജക്ഷൻസുകളൊക്കെ അതിലൂടെ അറിയിക്കാം. അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ നേരിട്ട് നമുക്ക് ഒരാളുടെ അടുത്ത് വന്ന് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം സജക്ഷൻ ബോക്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെന്താണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ ബ്രോഷർ എന്നാണ് കേട്ടോ. വൗച്ചർ എന്നല്ല, ബ്രോഷർ ആണ് കേട്ടോ. BROCHUR കേട്ടോ, ബ്രോഷർ. ഹോസ്പിറ്റൽ ബ്രോഷർ ആർ ടു ബി എക്സിബിറ്റഡ് കേട്ടോ. അതുകൂടാണ്ട് നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, ഫിലിം ഷോസുകള്, എക്സിബിഷൻസുകള് അല്ലെ, ഹോസ്പിറ്റൽ ബ്രോഷർ, ഇതുവഴിയായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതൊക്കെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, ഇപ്പൊ TV അല്ലെ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബേസ്ഡ് പോർട്ടൽസ്, ഇതുവഴിയായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫിലിം ഷോകൾ നടത്താം, എക്സിബിഷൻസ്, ഹെൽത്ത് എക്സിബിഷൻസ്, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എന്താണ് പബ്ലിക് നേരിട്ട് ആ എക്സിബിഷനിലേക്ക് വരുന്ന സമയത്ത് പബ്ലിക്കിന് നേരിട്ട് ഹോസ്പിറ്റലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബ്രോഷറുകൾ, ഇപ്പൊ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, വലിയ ഹോട്ടലുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവരുടെ ഒരു ബ്രോഷർ തരും അല്ലെ. ആ ബ്രോഷറിനകത്ത് ആ ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റൽ അല്ല, ആ ഹോട്ടലിനെ പറ്റിയും അതിന്റെ മിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള സൗകര്യങ്ങളെ പറ്റിയൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും ബ്രോഷർ ഉണ്ടായിരിക്കും, ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ടും അവിടെ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ, അവിടുത്തെ സേവനങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് ബ്രോഷർ ഇറക്കി കഴിഞ്ഞാല് അത് ഒരുപാട് ആളുകളിലേക്കാണ് എത്തുന്നത് അല്ലെ. അവർക്കും അതിലൂടെ അതും ഒരു തരത്തിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ. പിന്നെന്താണ് the school teachers, students, housewives and members of the women's organization and religious leaders can conduct the hospital tour അല്ലെ. അതുപോലെ ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യാം. ഹോസ്പിറ്റൽ ടൂർ എന്ന് പറയുമ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം അല്ലെ, സ്കൂൾ ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ, ഇപ്പോ അതുപോലെ മറ്റുള്ള വിമൻസ് ഓർഗനൈസേഷൻ മെമ്പേഴ്സിനോ മറ്റു റിലീജിയസ് ലീഡേഴ്സിനോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള പല പല കൂട്ടായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇടയ്ക്ക് എന്ത് നടത്താം, ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. അപ്പൊ എന്താണ് അവിടെ നടക്കുന്ന, പബ്ലിക് നേരിട്ട് ഹോസ്പിറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരങ്ങൾ അതിലൂടെ ഉണ്ടാവുകയാണ് അല്ലെ, ഹോസ്പിറ്റൽ വിസിറ്റിലൂടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താണ് to hold an annual hospital day or open day house where the public can be shown every aspect of the hospital operation that included some of the highly technical functions. എന്താണ് to hold an annual hospital day or open day house where the public can be shown every aspect of the hospital operation that include some of the highly technical functions. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരു ഹോസ്പിറ്റൽ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ ഉൾപ്പെടെ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളെയും നോക്കി കാണുന്നതിനായിട്ട് ആർക്ക് കാണാൻ, പബ്ലിക്കിന് കാണുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യാം. ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യാം എന്ന് വെച്ചാൽ പബ്ലിക് എന്തെങ്കിലും നല്ല പ്രോഗ്രാംസുകളോ കാര്യങ്ങളോ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും സ്പെഷ്യൽ ഡേ, ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ആനുവൽ ഡേ പ്രമാണിച്ചോ അല്ലെങ്കിൽ അതിന്റെ അതൊക്കെ പ്രമാണിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യാം. അപ്പൊ എന്തുണ്ടാവും, പബ്ലിക്കിൽ നിന്ന് ധാരാളം ആളുകൾ അതറിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് വരികയും അപ്പൊ നേരിട്ട് ഹോസ്പിറ്റലിന്റെ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ ലഭിക്കുകയും ചെയ്യാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ പബ്ലിക്കിന് എന്താണ്, ആ ഹോസ്പിറ്റലിലെ സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ ഫങ്ഷൻസ് ഉൾപ്പെടെ ആ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തന വശങ്ങളും നേരിട്ട് അവർക്ക് നോക്കിക്കാണാനും മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെന്താണ്
using mass media that would be helpful to improve the public relations. Mass media ഉപയോഗിക്കുക, അതായത് TV, റേഡിയോ, ടെലിവിഷൻ, TV, റേഡിയോ, അതുപോലെ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോൺഫറൻസുകള്, ന്യൂസ് പേപ്പേഴ്സ്, അല്ലെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ എത്രയോ ആളുകൾ ഏത് നമ്മുടെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളുകളുമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഓപ്പൺ ഡേ ഹൗസുകള്, ഹോസ്പിറ്റൽ വിസിറ്റുകള്, അതുപോലെ സജക്ഷൻ ബോക്സുകള്, അതുപോലെ ഓറൽ കംപ്ലൈൻസുകള്, ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ മതി, ഇത്രയും മതി. ഇനി നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ച കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഇല്ലേ, അത് തന്നെയാണ് പല ബോക്സുകളിലായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളോട് എല്ലാവരോടും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കാനായിട്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊക്കെ ഓണാശംസകള് അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല സന്തോഷമായിട്ട് തന്നെ, നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മളിനി ഈ ആഴ്ച കാണില്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല ഓണക്കോടിയൊക്കെ എടുത്ത എല്ലാവരും ഓണക്കോടിയൊക്കെ എടുക്കാം. ആരും എടുത്തില്ലേ ഓണക്കോടിയൊന്നും? നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ ക്ലാസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചത് ഓഫീസിൽ നിന്ന് അറിയിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എടുത്തു അല്ലെ? ഓക്കെ, അത് ശരി കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിക്കുക കേട്ടോ. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനോ വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. എടുത്ത ഭാഗങ്ങൾ വരെയൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ തേർഡ് ഫോർത്ത് മോഡ്യൂളൊക്കെ പഠിക്കുന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നോട്ടാ. ഓക്കെ, ശരി, താങ്ക് യു.